Okay, I'm listening. आपको मैं ऑफर देती हूँ 60 लाख for 10%, 6 करोड़ वैल्यूएशन. आपकी equity नहीं चाहिए. Equity. Valuation. Equity. Equity and valuation. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട the two most important financial terms. നിങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കതിലേക്ക് ഫണ്ടിങ് വേണമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കത് വിൽക്കണമായിരിക്കാം. ഇവിടെയാണ് നമ്മൾ വാല്യുവേഷൻ ഉപയോഗിക്കുക. അതായത് നിങ്ങളുടെ കമ്പനിയുടെ റവന്യൂ, മാർക്കറ്റ് സൈസ്, ഗ്രോത്ത് റേറ്റ് ഇതെല്ലാം നോക്കി വാല്യുവേഷനിലൂടെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന് ഇൻവെസ്റ്റർ തീരുമാനിക്കും. വാല്യുവേഷൻ കമ്പനിയുടെ ഓവറോൾ വർത്ത് ആണെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത് അതിലെ ഓണർഷിപ്പിന്റെ ഷെയർ ആണ്. അതായത് നിങ്ങളുടെ ബിസിനസിന്റെ കറന്റ് വാല്യുവേഷൻ 10 കോടി, കമ്പനി എക്സ്പാൻഡ് ചെയ്യാനായി വേണ്ട ഫണ്ട് 1 കോടി, ഇക്വിറ്റി ഓഫർ ചെയ്തത് 10%. ഇവിടെ ഇൻവെസ്റ്റർ 1 കോടി നിങ്ങളുടെ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. കമ്പനി വളർന്ന് 5 വർഷത്തിൽ വാല്യുവേഷൻ 50 കോടിയായാൽ ഇൻവെസ്റ്ററിന്റെ ഇക്വിറ്റിയുടെ വർത്ത് 1 കോടിയിൽ നിന്ന് 5 കോടി. അപ്പോൾ എങ്ങനെയാ വാല്യുവേഷനും ഇക്വിറ്റിയും മനസ്സിലായില്ലേ? ഇതുപോലുള്ള കൂടുതൽ ഫിനാൻഷ്യൽ ടിപ്സിനായി ഫോളോ അപ്പ് അക്കാഡമി.